ലിജോ ജോസഫ് പല്ലിശ്ശേരി, മോഹൻലാൽ ഈ കോംബോ എന്തായിരിക്കും ഒരുക്കി വെച്ചിരിക്കുക എന്നാണ് മലൈക്കോട്ടെ വാലിബൻ ടിക്കറ്റ് എടുത്ത ഓരോ പ്രേക്ഷകരും ചിന്തിച്ചിട്ടുണ്ടാവുക. സിനിമയുടെ ടീസറുകളും പോസ്റ്ററുകളും എല്ലാം പറഞ്ഞത് മലൈക്കോട്ടെ വാലിബൻ ഒരു സാധാരണ സിനിമയല്ല എന്നാണ്. അമർ ചിത്ര കഥകളെ ഓർമ്മിപ്പിക്കുന്ന കഥയും അവതരണ ശൈലിയുമായിരുന്നു അവയെല്ലാം നൽകിയ സൂചനകൾ. ആ സൂചനകളൊന്നും ചിത്രം തെറ്റിക്കുന്നില്ല. തിയേറ്ററുകളെ ഇളക്കി മറിച്ചിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം. രാവിലെ 6:00 തുടങ്ങിയ ഫാൻ ഷോ പൂർത്തിയാക്കുമ്പോൾ ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. മോഹൻലാൽ ആരാധകരെയും ലിജോ ജോസഫ് പല്ലിശ്ശേരിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെയും പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് വാലിബൻ ഒരുക്കിയിരിക്കുന്നത്. ഒരു മുത്തശ്ശി കഥ പോലെയുള്ള സിനിമയാണ് ഇത്. അതുകൊണ്ട് തന്നെ നാടോടി കഥകളുടെ മനോഹാരിതയും ബ്രഹ്മാത്മകതയും വാലിബനിൽ നമുക്ക് കാണാൻ സാധിക്കും. ചിത്രത്തിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് പ്രശാന്ത് പിള്ളയുടെ സംഗീതം. മലയാള സിനിമയിൽ അധികം ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു മ്യൂസിക്കൽ ജോണർ തന്നെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വെസ്റ്റേൺ ജോണറിനോട് സിനിമയെ ചേർത്ത് നിർത്തുന്നത് പ്രശാന്തിൻ്റെ സംഗീതമാണ്. ആക്ഷൻ രംഗങ്ങളെ കാതടുപ്പിക്കുന്ന സംഗീതമിടാതെ തന്നെ എലിവേറ്റ് ചെയ്യാൻ പ്രശാന്തിൻ്റെ സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട്. പാട്ടുകളും മനോഹരമാണ്. വാലിബനെ പോലൊരു കഥാപാത്രത്തെ മുമ്പൊരിക്കലും മോഹൻലാൽ ചെയ്തിട്ടില്ല. എന്നാൽ മോഹൻലാൽ എന്ന താരത്തിനും നടനും വേണ്ടി സൃഷ്ടിയെടുത്ത കഥാപാത്രമാണ് വാലിബൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഗംഭീര അഭിനയമാണ് ലാലേട്ടൻ ഇതിൽ നടത്തിയിട്ടുള്ളത്. ഹരീഷ് പേരാടിയും സൊണാലി കുൽക്കർണിയും എല്ലാം തങ്ങളുടെ കഥാപാത്രങ്ങളെ മനോഹരമാക്കിയിട്ടുണ്ട്. വാലിബനൊത്ത വില്ലനായി ഡാനിഷും മികച്ചു നിൽക്കുന്നുണ്ട്. ചമത്തകൻ്റെ ക്രൂരഭാവങ്ങൾ ഒരു നൂൽപ്പാല യാത്ര പോലെ കിറുകൃത്യമായി ഡാനിഷ് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു സിനിമയായിരിക്കുമ്പോഴും സിനിമ മാത്രമല്ല മലൈക്കോട്ടെ വാലിബൻ. ലിജോ ജോസഫ് പല്ലിശ്ശേരി ഒരുക്കിയ ഒരു ചിത്രകഥയാണ് വാലിബൻ. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം ഒരു പരീക്ഷണവും അതിൽ ലിജോയും സംഘവും വിജയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ചിത്രകഥകളിൽ കേട്ടിട്ടുള്ളത് പോലെയുള്ള ഒരു വീരൻ്റെ കഥയാണ് മലൈക്കോട്ടെ വാലിബൻ പറയുന്നത്. ശക്തരായ മല്ലന്മാരെയെല്ലാം മലർത്തിയടിച്ച് നാടുചുറ്റി സഞ്ചരിക്കുന്ന മഹാമല്ലനായ വാലിബൻ. ഓരോ നാട്ടിലെത്തുമ്പോഴും അവിടെയുള്ള ഏറ്റവും വലിയ വീരനെ വാലിബൻ മല്ലയുദ്ധത്തിൽ നേരിടും, തറപറ്റിക്കും, അടുത്ത നാട്ടിലേക്ക് പോകും. ആ യാത്രയിൽ വാലിബന് കൂട്ടായിട്ടുള്ളത് ആശാനും അച്ഛനെ പോലെ സ്നേഹിക്കുകയും ചെയ്യുന്ന അയ്യനാരും അനിയനെ പോലെ കാണുന്ന ചിന്നനും മാത്രമാണ്. തൻ്റെ യാത്രയിൽ വാലിബൻ കടന്നു പോകുന്ന നാടിലൂടെയും നാട്ടുകാരിലൂടെയുമാണ് സിനിമ സഞ്ചരിക്കുന്നത്. ചിത്രകഥയെ ഓർമ്മിക്കുന്നതിനോടൊപ്പം സിനിമ സ്പിഗറ്റി വെസ്റ്റേൺ ജോണറോടൊപ്പവും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മധു നീലകണ്ഠൻ്റെ ഫ്രെയിമുകൾ സിനിമയുടെ മനോഹാരിത കൂട്ടുന്നു. കൂടാതെ നമ്മയൊക്കെ മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. എന്തായാലും ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഇത്. OTT വെച്ച് നമ്മൾ വീട്ടിൽ കാണുന്നതിനേക്കാളും ആ ഒരു സൗണ്ട് ഇഫക്റ്റും മ്യൂസിക്കും എല്ലാം നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ അപ്ഡേറ്റ്സിന് ഈ ചാനൽ